എടാ ഇന്ന് എക്സ്പയറി ഡേ അല്ലേ? ഞാൻ 2 രൂപയുടെ ഒരു ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് 50 പോയിന്റ് മണ്ടക്കൊട്ട പോയാൽ മതി, മോനെ സെറ്റാണ്. എടാ അത് ഫർദർ OTM അല്ലേ, അതൊന്നും എടുത്തിട്ട് കാര്യമില്ല. അതിന് ഇൻട്രൻസിക് വാല്യൂ ഇല്ല, ടൈം വാല്യൂ മാത്രമേ ഉള്ളൂ. നിന്റെ ഓപ്ഷൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ 0 ആയി പോകും. ഒന്ന് പോടാ, നിനക്ക് എന്തോ അറിയാം? നീ ചുമ്മാതെ മാസത്തിൽ 2 ട്രേഡ് എടുത്ത് വന്നിട്ട് 1000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ട്രേഡറാന്ന് പറയുന്നു. ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് കാണണം. അവന്മാരാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് എടുത്തിട്ട് ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. നീ എന്തോ കാണിക്കും? ഈ ഫേക്ക് PNL കാര്യങ്ങളും ഒക്കെ നോക്കി അവിടെ ഇരുന്നു. എന്തായാലും എന്റെ പ്രോഫിറ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എനിക്ക് ഈ മാസം 2 ട്രേഡ് എടുത്തു, 1000 രൂപയുടെ പ്രോഫിറ്റ്. നീ ഈ ഫേക്ക് ട്രേഡേഴ്സിന്റെ ഒക്കെ വീഡിയോ കണ്ടോണ്ടിരുന്നു. എനിക്ക് എന്താണ് എടാ ഇതെന്തുവാ? എന്റെ നിഫ്റ്റി 50 പോയിന്റ് മണ്ടക്കോട്ട് പോയി, പക്ഷെ എന്റെ പ്രീമിയം പൈസ കുറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. പ്ലീസ് ഒരു ബ്രേക്ക് ഈവൻ പ്ലീസ് നീ ബ്രേക്ക് ഈവൻ. എടാ നിഫ്റ്റി 50-60 പോയിന്റ് മണ്ടക്കോട്ട് പോയി, എന്റെ പ്രീമിയം പ്രൈസ് 0 ഇതുപോലെ ട്രേഡ് എടുത്ത് പെട്ടുപോയിട്ടുള്ള ആൾക്കാരാണോ നിങ്ങൾ? ഇതിന്റെ കാരണം എന്താണെന്നറിയാവോ? സൈലന്റ് കില്ലർ TDK. ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് ഐസ് ക്യൂബ് പോലെയാണ്. നമ്മുടെ സൂര്യനാണ് TDK. സൂര്യന്റെ താഴെ കൊണ്ട് നമ്മൾ ഐസ് ക്യൂബ് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് മെൽറ്റ് ആയി പോകും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രീമിയം നമ്മുടെ പയ്യെ മെൽറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫർദർ OTM സെലക്ട് ചെയ്യരുത്. കാരണം എന്തെന്നല്ലേ, ഫർദർ OTMന് ഇൻട്രൻസിക് വാല്യൂ 0 ആയിരിക്കും, പക്ഷേ ടൈം വാല്യൂ ആയിരിക്കും ഇതിനുള്ളത്. സോ നമ്മളിവിടെ ട്രേഡ് എടുക്കുമ്പോൾ ഒരിക്കലും ഫർദർ OTM സെലക്ട് ചെയ്യരുത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി അല്ലെങ്കിൽ ഏതൊരു ഇൻഡെക്സും ആയിക്കോട്ടെ, നിങ്ങൾ എടുത്ത സ്ട്രൈക്ക് പ്രൈസിന് മണ്ടയ്ക്ക് ഒരു മൊമെന്റം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം വാല്യൂ 0 ആകും, ഓപ്ഷൻ പ്രീമിയം 0 ആകും. സോ അതിൽ വലിയൊരു ലോസിലേക്ക് കൊണ്ടുപോകും. ഫർദർ OTM സെലക്ട് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഡീറ്റെയിൽ.